സ്ലോ ആക്കിയിട്ട് ഇപ്പോൾ ഒരു 50 സ്പീഡിലാണ് 6 ഗിയർ എടുത്താൽ കണ്ടല്ലോ അത്യാവശ്യം നല്ല നോക്കിംഗ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഷിഫ്റ്റ് ചെയ്തത്. അപ്പോൾ ആ ഒരു വൈബ്രേഷൻ വരും. അത് ഫുട് പെഗിലും കയ്യിലും ഈ ഹെഡിലൊക്കെ നമുക്ക് കാണാനും പറ്റുന്നുണ്ട്. അതാണ് ഒരേ കാര്യം തന്നെ നമുക്ക് പോസിറ്റീവ് നെഗറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റുന്നത്. അപ്പം അങ്ങനത്തെ ഒരു ഇൻ്റർഫിയറൻസ് ഈ വണ്ടിക്കില്ല. പിന്നെ ക്വിക്ക് ഷിഫ്റ്റർ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാൻ പോകുന്നില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആ ക്വിക്ക് ഷിഫ്റ്റർ ഒരിക്കലും നന്നായിരുന്നില്ല. വാട്ട്സപ്പ് പീപ്പിൾ, അപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിലുള്ളതെന്ന് പറയുന്നത് KTM അഡ്വഞ്ചർ 390X ആണ്. അപ്പം അഡ്വഞ്ചറിൻ്റെ വേരിയൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ ചെറുപറാന്ന് ഇറങ്ങിയിരിക്കുകയാണ്. അതിലെ 4 വേരിയൻറ്റിൽ ഒരു വേരിയൻ്റാണിത്. ഈ ഒരു വേരിയൻ്റ് ഞാൻ എടുത്ത് ചെയ്യാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടെ അഫോർഡബിളായി, പക്ഷേ ഇതിനകത്ത് ഒരുപാട് ഫണ്ണുള്ളൊരു ബൈക്കാണ്. അപ്പോൾ ഈ ഒരു വീഡിയോനകത്ത് ആക്ച്വലി ഞാൻ ഇതിനകത്തുള്ള ഡിഫറൻസസ് പറഞ്ഞുതരാം. അതായത് സ്റ്റാൻഡേർഡ് വേരിയൻറ്റ് കമ്പയർ ചെയ്യുന്നൊരു സമയത്ത് നമുക്ക് ഇതിനകത്ത് എന്തൊക്കെ ഡിഫറൻസസ് ഉണ്ടെന്ന്, അതിനുശേഷം ഇതിൻ്റെ ഒരു ജനറൽ റിവ്യൂ. അപ്പം ജനറൽ റിവ്യൂ ആണെങ്കിൽ പോലും കുറേ ഒരു ഇൻസൈറ്റ്ഫുൾ റിവ്യൂ ആയിരിക്കും. കാരണം 390ൻ്റെ റിവ്യൂ നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. അപ്പം അതിൽ നിന്ന് നമുക്ക് കുറച്ചുകൂടെ എന്താ പറയുക ഒരു യൂസേജ് പോയിന്റ് ഓഫ് വ്യൂ എന്ന് നമുക്ക് നോക്കിയിട്ട് ഞാൻ എൻ്റെ അഭിപ്രായം പറയാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് തിങ് സ്റ്റാൻഡേർഡ് വേരിയൻറ്റിന് മെച്ചലുള്ള ടയറാണ് വരുന്നത്. ഇതിനകത്ത് വരുന്നത് MRFൻ്റെ ടയറാണ്. അപ്പോൾ MRFൻ്റെ ടയർ ഓക്കെ ആണ്, എനിക്ക് അത്രേ പറയുള്ളൂ. മെച്ചലേഴ്സ് വളരെ ഗ്രിപ്പി ആയിട്ടുള്ളൊരു ടയറാണ്. പിന്നെ സെക്കൻഡ് തിങ് ഒരു മേജർ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇതിനകത്ത് നോർമൽ LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. 390ക്കകത്ത് വരുന്നത് നമ്മുടെ TFT ഡാഷാണ്. ഇതിനകത്ത് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിൽ എനിക്കൊരു പ്രശ്നവും തോന്നിയില്ല. പക്ഷേ ആ ഒരു കളർഫുൾ ഡിസ്പ്ലേ മാറിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇലക്ട്രോണിക്സ് മിസ്സായിട്ടുണ്ട്. അതായത് ട്രാക്ഷൻ കൺട്രോൾ പോയിട്ടുണ്ട്. അതിൻ്റെ ഒരു ആവശ്യം ഇതിനകത്ത് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. വണ്ടി ഒന്നും ഓടിച്ച് ശീലിച്ച ആൾക്കാർക്കൊക്കെ ഈ ഒരു വണ്ടി കൺട്രോൾ ചെയ്യാൻ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ മിസ്സാവുന്ന ഒരു സംഭവമാണ് ക്വിക്ക് ഷിഫ്റ്റർ. അത് നിങ്ങൾ ഒരിക്കലും മിസ്സാവുന്നില്ല എന്നാണ് എനിക്ക് പറയുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വന്ന സമയം തൊട്ടേ ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. അതായത് KTM അഡ്വഞ്ചർ 390ൽ കൂടുതൽ ക്വിക്ക് ഷിഫ്റ്റ് എന്ന് പറയുന്നത് അത്രത്തോളം റെസ്പോൺസീവ് ആയിട്ടുള്ള ഒരു ക്വിക്ക് ഷിഫ്റ്റർ അല്ല. അതുകൊണ്ട് തന്നെ അത് നിങ്ങൾ ഒരിക്കലും ഈ ഒരു വണ്ടിയിൽ നിന്ന് മിസ് ചെയ്യുന്നില്ല. അത് ഉള്ളതും ഇല്ലാത്തതൊക്കെ ഒരുപോലെ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ കോർണറിങ് ABS ഇതിനകത്തില്ല. അതൊരു ഫീച്ചർ മിസ്സിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നുണ്ട്. അതായത് അത് നല്ലൊരു സേഫ്റ്റി ഫീച്ചറാണ്. നമ്മൾ കോർണർ ചെയ്യുന്ന ഒരു സമയത്ത് ഇൻ കേസ് ടയർ ലോക്ക് ആവുന്ന ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അത് നല്ലൊരു ഫീച്ചറായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഡുവൽ ചാനൽ ABS ആണ്, അതും സ്വിച്ചബിൾ ആണ്. അതായത് റൈഡിംഗ് മോഡ്സ് ഉണ്ട്. ഓഫ് റോഡ് മോഡ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ABS ഓഫ് ചെയ്യാവുന്നതുള്ളൂ. പിന്നെ അഡ്ജസ്റ്റബിൾ ലിവേഴ്സ് ഇല്ല. അത്രയേ ഉള്ളൂ ഇതിനകത്തുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും മാറ്റങ്ങൾ വന്നൊരു സമയത്ത് ഈ ഒരു ബൈക്ക് ആക്ച്വലി വാങ്ങണോ, 60,000ഓളം വില കുറഞ്ഞിരിക്കുന്ന ഒരു സമയത്ത് വാങ്ങണോ എന്നുള്ള കാര്യങ്ങൾ നോക്കാം. ഇനി നമുക്ക് ജനറൽ റിവ്യൂയിലേക്ക് കയറാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഡിസൈൻ തന്നെ തുടങ്ങാം. ഡിസൈൻ ആക്ച്വലി നോക്കിക്കഴിഞ്ഞാൽ ഈ ബൈക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതിന് 2 കളർ വേരിയൻസ് ആണ്. ഒന്ന് കുറച്ചുകൂടെ ഫ്ലാഷി ആയിട്ടുള്ള ഒരു കളർ, പിന്നെ ഒരു ബ്ലാക്ക് കളർ വേരിയൻറ്റ് കാണുന്നുണ്ട്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മൊത്തത്തിൽ ഒരു ഗുഡ് ലുക്കിംഗ് മോട്ടോർ സൈക്കിൾ എന്ന് പറയാം. എക്സെപ്റ്റ് ആ നാക്ക് പോലെ ഇരിക്കുന്ന നമ്പർ പ്ലേറ്റിൻ്റെ ഹോൾഡർ. ആ ഒരു നമ്പർ പ്ലേറ്റ് അവിടെ വെക്കുന്നത് മാത്രമാണ് ഇതിനകത്ത് എനിക്കൊരു അഗ്ലി ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ള. ശരിക്കും അങ്ങനെ തന്നെ പറയണം. അതല്ലാതെ ലുക്സിൻ്റെ കാര്യത്തിൽ ഭയങ്കര രസമാണ്. ആ ഫ്രണ്ട് സെക്ഷൻ ആയാലും ആ ടാങ്കിൻ്റെ സൈഡായാലും റെയറിലേക്ക് വരുന്ന സമയത്ത് ടെയിൽ റൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയാണ് ഈ ഒരു വണ്ടി കാണാൻ. പിന്നെ ചിലർ ആ ഗ്രാബ് റെയിലൊക്കെ എടുത്ത് കളയും. അപ്പോൾ ഒരു എന്താ പറയുക ഒരു മോട്ടോക്രോസ് ബൈക്കിൻ്റെ ഒരു ലുക്കാണ് ഇതിന് കിട്ടുന്നത്. പിന്നെ നമ്മൾ സെയിം 373cc എഞ്ചിനാണ് ഡ്യൂക്കിലും ആസിയിലൊക്കെ കണ്ടിട്ടുള്ള അതേ എഞ്ചിൻ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കാണാൻ മൊത്തത്തിൽ നല്ല ഭംഗിയുള്ളൊരു ബൈക്ക് തന്നെയാണ്. ഇനി നമുക്ക് ഫംഗ്ഷനാലിറ്റീൻ്റെ കാര്യത്തിലേക്ക് നടക്കാം. അത് ഫ്രണ്ടിലെ ഹെഡ്ലൈറ്റ് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഓണേഴ്സ് ആക്ച്വലി ഹെഡ്ലൈറ്റിൻ്റെ ത്രോയിൽ സാറ്റിസ്ഫൈഡ് അല്ല. ഞാനും അത്രത്തോളം സാറ്റിസ്ഫൈഡ് അല്ല. അതുകൊണ്ടാണ് ഓക്സിലറി ലൈറ്റ്സ് ഓണേഴ്സ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ടയേഴ്സിന് ഇതിനകത്ത് ഗ്രിപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെറ്റലറി യൂസ് ചെയ്തുകൊണ്ടായിരിക്കും ഇതിൽ ഗ്രിപ്പ് കുറച്ച് കുറവായിട്ടുള്ള പോലെ തോന്നുന്നുണ്ട്. അത്യാവശ്യം നല്ല കിടിലും ബ്രേക്കിംഗ് ആണ്. സസ്പെൻഷനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ സസ്പെൻഷൻ ട്രാവൽ അത്രത്തോളം അല്ല, പക്ഷേ സോഫ്റ്റ് സൈഡിലാണ്. അതായത് വലിയൊരു ജമ്പൊക്കെ എടുക്കുന്ന ഒരു സമയത്ത് ആ നാക്ക് വന്നിട്ട് ആ ഫ്രണ്ടിലെ മഡ് ഗാർഡിന് മുകളിൽ ഇടിക്കാനൊക്കെ സാധ്യതയുണ്ട്. ഇനി എഞ്ചിനെ കുറിച്ച് നമുക്ക് വണ്ടി ഓടിക്കുന്ന ഒരു സമയത്ത് സംസാരിക്കാം. സീറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ള നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റാണ്. പില്ലണും അങ്ങനെ തന്നെയാണ്. സ്ഥലത്തിന് ഇതിനകത്ത് ഒരു കുറവുമില്ല, നല്ല രീതിയിൽ സ്ഥലമൊക്കെ ഉണ്ട്. പിന്നെ ഗ്രാബ് റെയിൽ ആക്ച്വലി കുറച്ച് വലുതായിട്ട് കാണുന്നുണ്ടെങ്കിലും അത് പിടിച്ചിരിക്കാൻ നല്ല സുഖമാണ്. പിന്നെ സാഡിൽ ബാഗ്സ് ഒക്കെ വെക്കണമെങ്കിലും കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു വലിയൊരു സാഡിൽ സ്റ്റേ സെറ്റപ്പാണ് ഇവിടെ കാണുന്നത്. ഇനി സ്വിച്ച് ഗിയേഴ്സിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ സ്റ്റാൻഡേർഡ് വേരിയൻറ്റിൽ കാണുന്നതിലുള്ള സ്വിച്ച് ഗിയേഴ്സ് ഒന്നല്ല വരുന്നത്, നോർമൽ സ്വിച്ച് ഗിയേഴ്സാണ് വരുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ആ ജോയ്സ്റ്റിക്കിന് ആവശ്യമൊന്നുമില്ല, നമുക്ക് നോർമൽ LCD വരുന്നത്. അപ്പോൾ LCD നോർമലാണെന്ന് പറഞ്ഞാലും ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പാക്ക് ചെയ്യുന്നുണ്ട്. അത് മറ്റു ചില കമ്പനികൾ ആലോചിക്കണം. അത് ഇങ്ങനത്തെ ഒരു ഡിസ്പ്ലേ കൊടുത്താൽ ഇതിനകത്ത് എന്തൊക്കെ വരുന്നുണ്ടെങ്കിൽ ഞാൻ പറയാം. ടൈം വരുന്നുണ്ട്, ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്, സ്പീഡോമീറ്റർ വരുന്നുണ്ട്, ടാക്കോമീറ്റർ വരുന്നുണ്ട്, ഫ്യൂൽ ലെവൽ ഇൻഡിക്കേറ്റർ ഉണ്ട്, ഹീറ്റ് ലെവൽ ഇൻഡിക്കേറ്റർ ഉണ്ട്, 2 ട്രിപ്പ് മീറ്റേഴ്സ് ഉണ്ട്, ഒരു ഓഡോമീറ്റർ ഉണ്ട്. പിന്നെ നമുക്ക് റൈഡിംഗ് മോഡ്സ് മാറ്റാൻ പറ്റും. 2 റൈഡിംഗ് മോഡ് ഉണ്ട്, റോഡ് ഓഫ് റോഡ് എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ട്രിപ്പ് ടൈം കാണിക്കുന്നുണ്ട്, ഇനി ആവറേജ് സ്പീഡ് കാണിക്കുന്നുണ്ട്, ആവറേജ് ഫ്യൂൽ കൺസംഷൻ കാണിക്കുന്നുണ്ട്, ഫ്യൂൽ റേഞ്ച് കാണിക്കുന്നുണ്ട്, ട്രിപ്പ് ടൈം കാണിക്കുന്നുണ്ട്. അപ്പോൾ അത്രയ്ക്ക് കാര്യങ്ങൾ ഇതിനകത്ത് പാക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ സൈഡ് സ്റ്റാൻഡ് സെൻസർ ഉണ്ട്, അങ്ങനെ ബാക്കി എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പം ദിസ് ആക്ച്വലി ഡസൻറ്റ് മിസ്സസ് ഔട്ട് എനിത്തിങ്. ആ ഒരു കളർ ഉള്ള ഡിസ്പ്ലേ മാറി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പം നമുക്കിനി ബാക്കി കാര്യങ്ങൾ വണ്ടി ഓടിച്ച് സംസാരിക്കാം. വണ്ടി ആക്ച്വലി പഴയ പോലെയൊക്കെ തന്നെയാണ് സൗണ്ട് ചെയ്യുന്നത്, പവർ ചെയ്യുന്നതും പഴയ പോലെയൊക്കെ തന്നെയാണ്. റെയർ വീൽ സ്ലൈഡ് ചെയ്യാൻ സുഖമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിനിപ്പോൾ ട്രാക്ഷൻ കൺട്രോൾ ഇല്ല, അതുകൊണ്ട് ഇപ്പോൾ ആ ഒരു പ്രശ്നമേ വരുന്നില്ല.
പിന്നെ നമുക്ക് ആദ്യം റൈഡിങ് എക്കണോമിക്സിലേക്ക് കിടക്കാം. അപ്പം ഇങ്ങനത്തെ ഒരു ബൈക്ക് റിവ്യൂ ചെയ്യുന്ന ഒരു സമയത്ത് 2 രീതിയിലുള്ള റൈഡിങ് എക്കണോമിക്സ് ഉണ്ട്. അതായത് റോഡിൽ ഓടിക്കുന്ന സമയത്തും ഓഫ് റോഡ് ഓടിക്കുന്ന സമയത്തും നമുക്ക് അങ്ങനെ സംസാരിച്ച് തുടങ്ങാം. അപ്പം റോഡിൽ ഓടിക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല റൈഡിങ് പോസ്റ്ററാണ്. അതായത് വൈഡർ ആയിട്ടുള്ള ഒരു ഹാൻഡിൽ ബാറായിട്ട് ഫീൽ ചെയ്യും, അപ്രൈറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്, ഭയങ്കര രസമായിട്ട് ഓടിക്കുന്ന പോലെ ഫീൽ ചെയ്യും. എസ്പെഷ്യലി നിങ്ങളൊരു 150cc എന്നൊക്കെ വരികയാണെങ്കിൽ ഈ ഒരു റൈഡിങ് പോസ്റ്റർ നിങ്ങൾ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. കാരണം കുറച്ചുകൂടി കമാൻഡിങ് ആയിട്ട് ഫീൽ ചെയ്യും. പിന്നെ നല്ല ടോളറായിട്ടാണ് ഇരിക്കുന്നത്. പല കാറുകളുടെയും ടോപ്പൊക്കെ നമ്മൾ കാണാൻ തുടങ്ങും. അപ്പം കുറച്ചുകൂടെ നല്ല വിസിബിലിറ്റി കിട്ടും നല്ല റോഡിലേക്കുള്ള. ഇനി ഓഫ് റോഡ് പോകുന്നൊരു സമയത്ത് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളതാണ്, അതായത് എണീറ്റ് നിൽക്കുന്നൊരു സമയത്ത് ഈ ഹാൻഡിൽ ബാർ കുറച്ച് താന്നിട്ടാണ്, അതായത് കുറച്ചുകൂടെ ഹാൻഡിൽ ബാർ റേസ് ചെയ്ത് കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നൊരു ഫീൽ വരും. അപ്പോൾ അത് കുറച്ചുകൂടെ ഓഫ് റോഡ് റൈഡിങ് പോസ്റ്റർ നന്നാക്കാൻ ഹെൽപ്പ് ചെയ്യും, കുറച്ചുകൂടെ ടോളറായിട്ട് ഹാൻഡിൽ ബാർ ഉണ്ടെങ്കിൽ. പിന്നെ ഇതിനും ഓഫ് റോഡ് പെക്സ് വരുന്നുണ്ട്. അതായത് ആ കാണുന്ന റബ്ബർ ക്യാപ്പ് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ ഇതിന് ഓഫ് റോഡ് പെക്സ് ആണ് വരുന്നത്. അങ്ങനെയും യൂസ് ചെയ്യാം. അപ്പോൾ റൈഡിങ് പോസ്റ്റർ നോക്കുകയാണെങ്കിൽ വളരെ കംഫർട്ടബിൾ ആണ്. ഒട്ടും സ്ട്രെയിനിങ് ആയിട്ടല്ല. റോഡിൽ ഓഫ് റോഡിൽ കുറച്ച് സ്ട്രെയിനിങ് ആവാൻ സാധ്യതയുണ്ട്. കുറച്ച് ടോളായിട്ടുള്ള ആൾക്കാർക്ക് ഒന്ന് കുനിഞ്ഞ് നിന്നിട്ട് ഇത് യൂസ് ചെയ്യണമുണ്ട്. അതല്ല ഹാൻഡിൽ ബാർ റേസേഴ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇനി ആക്ച്വലി നമ്മൾ റോഡിലേക്ക് എത്തുകയാണ്. ഇവിടെ വെച്ച് ഞാൻ ഇത്തവണ ഈ വണ്ടി വലിച്ചെടുക്കുന്നില്ല. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ കാരണം എൻ്റെ ഒരു മനസ്സിൽ ഇതൊരു ടൂറിംഗ് ബൈക്ക് അല്ലെങ്കിൽ ഒരു ഓഫ് റോഡ് ബൈക്ക് അതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് വലിച്ചെടുക്കുന്നില്ല. പിന്നെ 390 എഞ്ചിൻ നിങ്ങൾക്കറിയാം, അതായത് മാക്സിമം പവർ എവിടെയാണ് കിടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിഡ് RPM കഴിഞ്ഞാൽ ശരിക്കും ഇതാ ഒരു പഴയൊരു 390 ഒരു ഫീലൊക്കെ കാണിച്ചിടും. അതായത് എനിക്ക് റവ് ചെയ്യാൻ ഇഷ്ടമാണ് എന്ന് കാണിക്കുന്നൊരു 390. അതുകൊണ്ടാണ് ഞാനിപ്പോൾ 1-2 തവണ ഡൗൺ ഷിഫ്റ്റ് ചെയ്ത്. ഇപ്പോൾ ഈ 60 സ്പീഡ്സിലൊക്കെ 6th ഗിയറിൽ ഓടിക്കുകയെന്ന് പറഞ്ഞാൽ അത് ഹെഡ് ഷെയ്ക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആക്ച്വലി ചെറിയൊരു നോക്കിങ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു ഹെഡിൻ്റെ ഒരു വൈബ്രേഷൻ വരുന്നത്. അത് ആക്ച്വലി നമുക്ക് വിസിബിളായിട്ട് കാണാൻ പറ്റും. അപ്പം എഞ്ചിൻ്റെ ഫീഡ്ബാക്ക് വെച്ച് കഴിഞ്ഞാൽ സെയിം എഞ്ചിനാണ്, എനർജറ്റിക് ആയിട്ട് ഫീൽ ചെയ്യുന്നൊരു എഞ്ചിനാണ്. അതായത് ത്രോട്ടിൽ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നല്ല റെസ്പോൺസീവ് ആയിട്ടുള്ളൊരു എഞ്ചിനായിട്ട് തന്നെ ഫീൽ ചെയ്യും. പിന്നെ ത്രോട്ടിൽ റെസ്പോൺസ് ഭയങ്കര ക്രിസ്പാണ്. അതുകൊണ്ട് തന്നെ അത്രത്തോളം ബിഗിനർ ഫ്രണ്ട്ലി ആണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഓടിച്ച് ശീലിച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഇനി ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. മൊത്തം സസ്പെൻഷൻ സെറ്റപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയർ സൈഡാണ്, അതായത് ഹൈവേ ടൂറിനൊക്കെ പറ്റിയ രീതിയിലുള്ളൊരു സസ്പെൻഷൻ. ഇനി ഓഫ് റോഡിലേക്ക് വരുന്ന സമയത്ത് ഒരൊറ്റ പ്രശ്നം എനിക്ക് എന്താ തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫണ്ടേ ഇതിൻ്റെ ഫ്രണ്ട് സസ്പെൻഷൻ എന്ന് പറയുന്നത്, അത് സ്റ്റാൻഡേർഡ് വേരിയൻറ്റിൻ്റെ സസ്പെൻഷൻ എന്ന് പറയുന്നത് ഓഫ് റോഡിന് അത്രത്തോളം ഒരു മുൻതൂക്കം കൊടുത്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സസ്പെൻഷൻ ആയിരുന്നില്ല. അതുകൊണ്ടാണ് ആക്ച്വലി ഇപ്പോഴത്തെ SW വേരിയൻറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ SW വേരിയൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പോക്ക് വീൽ വേരിയൻ്റ് എന്നാണ് അർത്ഥം. അപ്പോൾ സ്പോക്ക് വീൽസ് മാത്രമല്ല, അതിനകത്ത് സ്പോക്ക് വീൽസും വരുന്നുണ്ട്, അഡ്ജസ്റ്റബിൾ സസ്പെൻഷനും വരുന്നുണ്ട്. അപ്പോൾ സസ്പെൻഷൻ കുറച്ചുകൂടെ ടൈറ്റർ ആക്കിയിട്ട് ഫ്രണ്ടിൽ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഒരു കോൺഫിഡൻസ് കിട്ടും ജമ്പൊക്കെ എടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഓഫ് റോഡ് പോകുന്നൊരു സമയത്തോ. പക്ഷേ ഇതിനകത്ത് കുറച്ച് സോഫ്റ്റ് ആയതുകൊണ്ട് നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യും, പക്ഷേ പെട്ടെന്ന് ബോട്ടം ഔട്ട് ചെയ്യും. ഈവൻ സിറ്റിയിൽ ഓടിക്കുന്ന സമയത്ത് പോലും നമുക്ക് ചിലപ്പോൾ ബോട്ടം ഔട്ട് ചെയ്യുന്ന പോലെയൊക്കെ തോന്നും. ഇനി റൈഡ് ഫീൽ ഭയങ്കര കംഫർട്ടബിൾ ആണ്, പക്ഷേ ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ, അതായത് ചെറിയൊരു വൈബ്രേഷൻ. ഈ വൈബ്രേഷൻ 2 രീതിയിലുള്ളത്. അതായത് ഈ ഒരു ബൈക്കിൻ്റെ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ 390 എഞ്ചിനാണ്, എപ്പോഴും റവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു എഞ്ചിനാണ്. എന്താ പറയുക, ഒരു 5000 RPM ടു ഒരു 7000 RPM ആണ് അതിൻ്റെ സ്വീറ്റ് സ്പോട്ട്. ഇതിന് താഴത്താണ് നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് ഒരു ഗിയറിലേക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ വണ്ടിക്ക് ചെറിയൊരു നോക്കിംഗ് ഫീൽ ചെയ്യും. കാണിച്ചുതരാം, ഞാൻ ജസ്റ്റ് ഒന്ന് സ്ലോ ആക്കിയിട്ട് ഇപ്പോൾ ഒരു 50 സ്പീഡിലാണ് 6 ഗിയർ എടുത്താൽ കണ്ടല്ലോ, അത്യാവശ്യം നല്ല നോക്കിംഗ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഷിഫ്റ്റ് ചെയ്തത്. അപ്പോൾ ആ ഒരു വൈബ്രേഷൻ വരും. അത് ഫുട് പെഗിലും കയ്യിലും ഈ ഹെഡിലൊക്കെ നമുക്ക് കാണാനും പറ്റുന്നുണ്ട്. പിന്നെ നല്ലോണം ഒന്ന് കയറി കഴിഞ്ഞാൽ, അതായത് ഒരു 8000 RPM സൈഡിലേക്കൊക്കെ എത്തുന്ന ഒരു സമയത്ത് 8000 ആവണ്ട, ഒരു 7000 കഴിയുമ്പോൾ തന്നെ നമുക്ക് വൈബ്രേഷൻ അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ വൈബ്രേഷൻ ചെറിയൊരു ഇഷ്യൂ ആണ്. ഹാൻഡിൽ ബാറിലും അറിയുന്നുണ്ട്, ഫുട് പെഗിലും നന്നായിട്ടും അറിയുന്നുണ്ട്, പക്ഷേ സീറ്റിലേക്ക് അത്രയായിട്ട് അറിയുന്നില്ല. ഇനിയിപ്പോൾ ഹീറ്റിംഗ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ആക്ച്വലി ഒരു പുതിയ ബൈക്കാണ്. അപ്പോൾ പുതിയ ബൈക്കായ സ്ഥിതിക്ക് എന്തായാലും നല്ല ഹീറ്റിംഗ് ഉണ്ടാവും. പക്ഷേ യൂസ്ഡ് ആയിട്ടുള്ള ആൾക്കാരും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 390 ആക്ച്വലി കുറച്ചുകൂടെ ഒന്ന് ഹീറ്റ് ചെയ്യുന്നൊരു എഞ്ചിനാണ്. അപ്പോൾ അതൊന്ന് ടേക്ക് കെയർ ചെയ്യണം. പിന്നെ ഇതൊരു അഡ്വഞ്ചർ ബൈക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ സിറ്റിയിൽ എടുക്കുന്ന സമയത്ത്, യൂട്ടേൺസ് എടുക്കുന്ന സമയത്ത് നമുക്ക് പേടിയൊന്നും തോന്നുന്നില്ല. ഒരേ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീറ്റ് ഹൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ, നല്ല സീറ്റ് ഹൈറ്റുള്ളൊരു ബൈക്കാണിത്. സീറ്റ് ഹൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ കാല് സ്ലിപ്പാവുന്ന മാത്രം നോക്കിയാൽ മതി. അതല്ലെങ്കിൽ വണ്ടി ഒട്ടും ഹെവി അല്ല, ഭയങ്കര ഈസിയാണ് മെനൂവർ ചെയ്യാൻ. അതാണ് ഈ ഒരു വണ്ടിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ഓഫ് കോഴ്സ് ഗ്രൗണ്ട് ക്ലിയറൻസ് ഇഷ്യൂസോ ഒന്നും തന്നെ ഇല്ല. ഇനി നമുക്ക് പ്രൈസിങ്ങിൻ്റെ കാര്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പം ഈ വണ്ടി വരുന്നത് 3.7 lakh ഓൺ റോഡാണ് ബാംഗ്ലൂർ. അപ്പം സ്റ്റാൻഡേർഡ് വേരിയൻ്റ് ആക്ച്വലി 4.38 ആണ്, അതായത് ഓൾമോസ്റ്റ് 68,000 70,000 വ്യത്യാസമുണ്ട് ഈ ഒരു ബൈക്കുമായിട്ട്. ആ ഒരു 70,000 ഡിഫറൻസിൽ നോക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നത് ഇത് തീർച്ചയായിട്ടും വളരെ നല്ലൊരു ബൈക്കാണ്. പിന്നെ ഈ വണ്ടി ബാക്കി എല്ലാ KTM സർവീസ് ചെയ്യുന്ന പോലെ തന്നെ ഫസ്റ്റ് സർവീസ് എന്ന് പറയുന്നത് 750 അല്ലെങ്കിൽ 1000 കിലോമീറ്റേഴ്സിലാണ്. അത് കഴിഞ്ഞാൽ വൺസ് ഇൻ 7500 കിലോമീറ്റേഴ്സാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സർവീസ് കോസ്റ്റ് വരുന്ന ഒരു 5000 രൂപീസിലുമാണ്. പിന്നെ ഇപ്പോൾ ജനറലായിട്ട് 390 ഓണേഴ്സിന് കിട്ടുന്ന ഒരു മൈലേജ് എന്ന് പറയുന്ന ഒരു 25 to 30 km/L ആണ്. അപ്പോൾ അത് മോശമില്ലാത്തൊരു മൈലേജാണ്. പക്ഷേ നിങ്ങൾ ഓഫ് റോഡ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് മൈലേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഗിയറിലായിരിക്കും നമ്മൾ വണ്ടി വലിച്ചെടുക്കുന്നുണ്ടാവുക. അതിൽ നമുക്ക് മൈലേജിൽ കിട്ടും പറയുന്ന കാര്യമില്ല. ഇനി നമുക്ക് നോക്കാം ഈ ഒരു വണ്ടി ആക്ച്വലി നമുക്ക് പറ്റിയൊരു വണ്ടിയാണോ, ഈ ഒരു വണ്ടി ആക്ച്വലി ഏത് ടൈപ്പിലുള്ള ആൾക്കാർക്ക് പറ്റിയൊരു വണ്ടിയാണ് ഞാൻ പറയാം. ഇപ്പോൾ ആക്ച്വലി സ്റ്റാൻഡേർഡ് വാങ്ങാനിരുന്നിട്ട് സ്റ്റാൻഡേർഡ് വാങ്ങാത്ത കുറച്ച് ആൾക്കാരുണ്ട് ഇതിനു മുമ്പ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്
അതിന് ട്രാക്ഷൻ കൺട്രോൾ ആദ്യം ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു. അത് വണ്ടി ഓഫ് ചെയ്ത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ട്രാക്ഷൻ കൺട്രോൾ ഓൺ ആയിരുന്നു, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു വണ്ടിയിൽ ആക്ച്വലി ഞാൻ കണ്ട ഒരു പോസിറ്റീവും അത് തന്നെ നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ നമ്മൾ ഓഫ് റോഡ് മോഡിൽ ഇട്ടതിന് ശേഷം വണ്ടി ഓഫാക്കി ഓൺ ആക്കി കഴിഞ്ഞാലും വണ്ടി ഓഫ് റോഡ് മോഡിൽ തന്നെയാണ്, വണ്ടി റോഡ് മോഡിലേക്ക് മാറി വരുന്നില്ല. അപ്പോൾ അതിൻ്റെ പോസിറ്റീവ് സൈഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓഫ് റോഡ് ചെയ്യുന്ന ഒരു സമയത്ത് എപ്പോഴെങ്കിലും ഓഫ് ചെയ്ത് ഓൺ ചെയ്യുന്ന ഒരു സമയത്ത് ഒരു കുഴപ്പമില്ല. പക്ഷേ എനിക്കിപ്പോൾ പറ്റിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ ഞാൻ ഓഫ് റോഡ് മോഡ് ഇട്ടതിന് ശേഷം തിരിച്ച് വീട്ടിൽ വന്നപ്പോഴും വണ്ടി ഓഫാക്കിയപ്പോഴും ഇന്ന് തിരിച്ച് വരുമ്പോൾ പോലും ഞാൻ അറിഞ്ഞില്ല വണ്ടി ഓഫ് റോഡ് മോഡിലാണ്. അപ്പോൾ ABS ഓഫായിരിക്കും, അതാണ് അതിൻ്റെ ഒരു ഡിഫറൻസ് ഉള്ളത്. ഞാൻ ആക്ച്വലി സിഗ്നലിൽ നിൽക്കുന്ന ഒരു സമയത്താണ് ശ്രദ്ധിച്ച വണ്ടി ഓഫ് റോഡ് മോഡിലാണ്, എന്നിട്ടാണ് ഞാൻ റോഡ് മോഡിലേക്ക് മാറ്റിയത്. അപ്പോൾ അതാണ് ഒരേ കാര്യം തന്നെ നമുക്ക് പോസിറ്റീവ് നെഗറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റുന്നത്. അപ്പം അങ്ങനത്തെ ഒരു ഇൻ്റർഫിയറൻസ് ഈ വണ്ടിക്കില്ല. പിന്നെ ക്വിക്ക് ഷിഫ്റ്റർ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാൻ പോകുന്നില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആ ക്വിക്ക് ഷിഫ്റ്റർ ഒരിക്കലും നന്നായിരുന്നില്ല. ഞാൻ ഒട്ടും ഹാപ്പി അല്ല. എൻ്റെ ഒരു ഫ്രണ്ട് കഴിഞ്ഞ ആഴ്ചയാണ് ഒരു വേരിയൻറ്റ് വാങ്ങിയത്, സ്റ്റാൻഡേർഡ് വേരിയൻറ്റ്. ആ ഫ്രണ്ട് തന്നെ പറയുന്നുണ്ട് പുതിയ ബൈക്കാണ്, എന്നിട്ട് പോലും ക്വിക്ക് ഷിഫ്റ്റർ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. 790 വരുന്ന ക്വിക്ക് ഷിഫ്റ്റർ ആക്ച്വലി വളരെ നല്ലതാണ്. 390 എസ്പെഷ്യലി അഡ്വഞ്ചറിൽ വരുന്ന ക്വിക്ക് ഷിഫ്റ്റർ ഒട്ടും നന്നായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. പക്ഷേ RCയിൽ ക്വിക്ക് ഷിഫ്റ്റർ കുറച്ചുകൂടെ നന്നായിട്ട് എനിക്ക് ഫീൽ ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് 390 ആക്ച്വലി പണ്ട് വാങ്ങാതിരുന്ന ആൾക്കാരുണ്ട്, അതായത് വില കൂടുതലാണ്, ഈ വണ്ടി വാങ്ങേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചിരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചോളം ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അതായത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ വലിയ ആവശ്യമില്ലാത്ത ഫീച്ചേഴ്സൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. എൻ്റെ ആകെ കൂടെ എൻ്റെ അഭിപ്രായത്തിൽ ആ കോർണറിങ് ABS മാത്രമേ ഉള്ളൂ ശരിക്കും ഒരു നീഡി ആയിട്ടുള്ളൊരു ഫീച്ചർ. അതും ഇപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു ഫീച്ചറല്ല, വേണമെങ്കിൽ ഗ്രീഡി ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറയാം. പക്ഷേ സേഫ്റ്റി വരുന്നൊരു സമയത്ത് ഞാനത് ഗ്രീഡി എന്ന് വിളിക്കുന്നില്ല, നീഡി എന്ന് തന്നെയാണ് വിളിക്കുന്നത്. സേഫ്റ്റി നോക്കുന്നൊരു സമയത്ത് ആ ഒരു ഫീച്ചർ മാത്രമാണ് നമ്മൾ മിസ് ചെയ്യുന്നത്. അതർവൈസ് ദിസ് ഹാസ് എവറിത്തിങ്. ഇത് നല്ലൊരു സിറ്റി ബൈക്കാണ്. സിറ്റി ബൈക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഹീറ്റിംഗ് ഒക്കെ ഉണ്ട്, അതൊന്ന് മാനേജ് ചെയ്യണം. പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ കേരളത്തിലെ റോഡ്സൊക്കെ വെച്ച് നോക്കുന്നൊരു സമയത്ത് ഇപ്പോൾ ഇനി മഴയാണ് വരാൻ പോകുന്നത്, കുണ്ടുകുഴിയൊക്കെ നല്ലതുപോലെ കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുന്നൊരു സമയത്ത് വളരെ നല്ലൊരു സിറ്റി ബൈക്കാണ്. പിന്നെ ഹൈവേയിൽ എത്തുന്ന ഒരു സമയത്ത് നമുക്ക് വേണമെങ്കിൽ 110 ക്രൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് MRF ടയറിൻ്റെ പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു 120, 130 ഒക്കെ കഴിയുന്ന സമയത്ത് ഒരു വോബിൾ വരുന്നുണ്ട്. ഇത് മെറ്റ്സലിലിട്ട വണ്ടിക്ക് ഞാൻ കണ്ടിട്ടില്ല. അത് പണ്ടുണ്ടായിരുന്നു ഫസ്റ്റ് വേരിയൻറ്റിന്, അതായത് അഡ്വഞ്ചർ 390 ലോഞ്ച് ചെയ്തൊരു സമയത്ത് ഞാൻ എൻ്റെ റിവ്യൂ പറഞ്ഞിരുന്നു. അതായത് വണ്ടിയുടെ ഫ്രണ്ട് ആൻഡ് ആകെ ലൈറ്റ് ആയി പോയിട്ട് നമുക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ലാത്തരുത്. അത് ഹൈ സ്പീഡ് പോകുന്ന സമയത്ത് ഒരു കോർണർ വന്നു കഴിഞ്ഞാൽ നമുക്കത് എടുക്കാൻ ഒരു കോൺഫിഡൻസ് ഒരു കുറവുള്ള പോലെ തോന്നുന്നുണ്ടായിരുന്നു. അപ്പം ആ ഒരു കോൺഫിഡൻസിൻ്റെ ആ ഒരു ചെറിയൊരു പ്രശ്നം എനിക്കിപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓഫ് കോഴ്സ് ഇതൊരു അഡ്വഞ്ചർ ബൈക്കാണ്, സ്പോർട്സ് ബൈക്ക് പോലെ അമർന്നിരിക്കില്ല സ്പീഡ് പോകുമ്പോൾ. അതിന് പകരം സസ്പെൻഷൻ ഒന്ന് റിലാക്സ് ആവും. അപ്പോൾ ടയറിലുള്ള ട്രാക്ഷനും കുറയും. ഓഫ് കോഴ്സ് ടയർ അത്രത്തോളം ഗ്രിപ്പി അല്ലാത്തതുകൊണ്ട് ടയറിലുള്ള ആ ഒരു കോൺഫിഡൻസും കുറയുന്നുണ്ട്. അതാണ് എനിക്ക് ഫ്രണ്ടിനെ ഒന്ന് ലൂസ് ആവുന്നത് പോലെ തോന്നുന്നത്. അപ്പം അങ്ങനത്തെ ഒരു പ്രശ്നം എനിക്ക് തോന്നുന്നുണ്ട് ഇതിനകത്ത്. അതല്ലെങ്കിൽ ഒരു 120 നൈസായിട്ട് ക്രൂസ് ചെയ്തോ. ക്രോസ് വിൻസില്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. സ്ട്രൈറ്റ് റോഡ്സ് ആണെങ്കിലും പേടിക്കേണ്ട ആവശ്യമില്ല. ഇല്ലണ വെച്ചോ അല്ലെങ്കിൽ ഒറ്റയ്ക്കോ ലഗേജ് വെച്ചോ ലഗേജ് വെക്കാത്തോ എങ്ങനെ വേണമെങ്കിലും പറയാം. അപ്പം വീഡിയോയിൽ ആക്ച്വലി ബാക്കി ഭാഗത്തേക്ക് കിടക്കുന്നതിന് മുന്നേ ഞാൻ എൻ്റെ റൈഡിംഗ് ഗിയർ സ്പോൺസറിനെ ഒന്ന് പരിചയപ്പെടുത്താം. അപ്പം നമ്മുടെ റൈഡിംഗ് ഗിയർ സ്പോൺസർ എന്ന് പറയുന്നത് ഡൈനീസിയാണ്. നിങ്ങൾ ഈ ഒരു ബ്രാൻഡ് ഒരുപക്ഷെ ഇതിനു മുമ്പും കേട്ടിട്ടുണ്ടാവും. എൻ്റെ ജാക്കറ്റും റൈഡിംഗ് പാൻറ്റും റൈഡിംഗ് ബൂട്ടും റൈഡിംഗ് ഗ്ലൗവും എല്ലാം തന്നെ ഞാൻ ഡൈനീസി ഇന്ത്യ എന്നാണ് എടുത്തത്. അതും motomadness.in എന്ന് പറയുന്നൊരു പേജ് വഴിയാണ് ഇത് വാങ്ങേണ്ടത്. അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ചിട്ടുള്ളൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ഓണസ്റ്റ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാം. അതുവരെ നിങ്ങൾക്ക് ഞാൻ ഏത് റൈഡിംഗ് ഗിയർ ആണ് ഉപയോഗിക്കുന്നതെന്ന് അറിയണമെങ്കിൽ ഡീറ്റെയിൽസ് എല്ലാം തന്നെ പ്രോഡക്റ്റിൻ്റെ നെയിമും എല്ലാം കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ ഇൻസ്റ്റാഗ്രാമിലുണ്ടാവും. പിന്നെ ഓഫ് റോഡ് പോകുന്നൊരു സമയത്ത് ഓഫ്കോഴ്സ് ഒരുപാട് ഓഫ് റോഡ് റിവ്യൂസൊക്കെ ഉണ്ട്. നിങ്ങളൊരു ഹാർഡ് കോർ ഓഫ് റോഡ് അല്ലെങ്കിൽ ഈ ഒരു ബൈക്ക് തന്നെ മതി. അതായത് നിങ്ങൾ ഓഫ് റോഡ് പോയി കുറച്ച് സ്ഥലം ക്രോസ് ചെയ്ത് നിങ്ങൾക്ക് അപ്പുറത്തെ സ്ഥലത്തേക്ക് പോകണമെന്നാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വണ്ടിയുടെ ആവശ്യമുള്ളൂ. അതല്ല നിങ്ങളൊരു ടെക്നിക്കൽ ഓഫ് റോഡറാണ്, അതായത് സസ്പെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ അറിയാം. പിന്നെ സസ്പെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കുക എന്ന് പറയുന്നത് വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമല്ല. വണ്ടിയുടെ മുകളിൽ കയറി ഇരിക്കുക, ഒരേ ജമ്പനെ വീണ്ടും വീണ്ടും എടുത്തതിന് ശേഷം നമ്മൾ നോക്കുക ഏറ്റവും നല്ല കംപ്രഷനും റീബൗണ്ടും ഏതിലാണ് കിട്ടുന്നത് എന്നുള്ളത്. അതിൽ നമ്മൾ സെറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. അതാണ് സസ്പെൻഷൻ അഡ്ജസ്റ്റ്മെൻറ്റ്സ്. അത് നമ്മളൊരു 2-3 പ്രാവശ്യം ചെയ്യുന്നൊരു സമയത്ത് ആദ്യം പണി കിട്ടും. എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ പതുക്കെ നമ്മൾ പഠിച്ചു വരും. അപ്പോൾ സസ്പെൻഷൻ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് പഠിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷേ വേണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അങ്ങനെ വേണം എന്ന് തോന്നുകയാണെങ്കിൽ സ്റ്റാൻഡേർഡ് വേരിയൻറ്റ് ഓൾറെഡി 438 ആണ് വരുന്നത്. എനിക്കൊന്ന് സ്പോക്ക് വീൽ വേരിയൻറ്റ്, അതായത് സസ്പെൻഷൻ അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ള വേരിയൻറ്റ് വരുന്നത് 4.7 ആണ്. ഓൾമോസ്റ്റ് 1 lakh മോറാണ് ഇതിനേക്കാളും. പിന്നെ അതിനകത്ത് ഈ പറഞ്ഞ എല്ലാ ഫീച്ചേഴ്സും വരും, പ്ലസ് അഡീഷണലി ഈ സസ്പെൻഷനും വീൽസും വരും. അപ്പം 1 lakh ഇട്ട് അത് വാങ്ങണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ബഡ്ജറ്റിൻ്റെ ക്യാപ്പേ ഇവിടെയാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ഇത് വാങ്ങിച്ചാൽ മതി. അതല്ല നിങ്ങൾക്ക് നല്ല ബഡ്ജറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും, സ്റ്റാൻഡേർഡ് വരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ പറയുന്നത് ഓക്കെ ഗോ ഹെഡ്. ഓഫ് റോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഗോ ഹെഡ്. ആ സ്പോക്ക് വീൽ വേരിയൻ്റ് എടുക്കുന്നതാണ് ഓഫ് റോഡിന് എപ്പോഴും നല്ലത്. ഇനിയിപ്പോൾ നിങ്ങൾ ആക്ച്വലി വളരെ ബിഗിനർ ആയിട്ടുള്ള ഒരാളാണെന്ന് വിചാരിക്കുക. അത് ബിഗിനർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ് റോഡിങ്ങിൽ ബിഗിനറല്ല, വണ്ടിയെ ഓടിക്കാനുള്ള
ബിഗിനർ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി കുറച്ചുകൂടെ ഓടിച്ച് പഠിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ലൈറ്റാണ്, പെട്ടെന്ന് നമുക്ക് കോൺഫിഡൻസ് കിട്ടുന്നൊരു വണ്ടിയാണ്. അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് കോൺഫിഡൻസ് കയറുമ്പോഴാണ് നമുക്ക് ഓവർ കോൺഫിഡൻ്റ് ആയിട്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്. കാരണം വണ്ടി ആക്ച്വലി കയ്യിൽ നിന്ന് അങ്ങനെ പോകുന്നില്ല. അതല്ല, നിങ്ങൾ ഓഫ് റോഡിങ്ങിൽ ബിഗിനറാണ്, അങ്ങനെ അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾസ് ഇതുവരെ ഓടിച്ചില്ല, അങ്ങനത്തെ പ്രശ്നമാണെങ്കിൽ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. 150cc നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഈ ഒരു വണ്ടി ഓടിക്കാന്നുള്ളൂ. സീറ്റ് ഹൈറ്റ് ഇപ്പോൾ ഒരു പ്രശ്നമാക്കണ്ട. എന്നെ സംബന്ധിച്ചോളം ഈ ഒരു സീറ്റ് ഹൈറ്റ് എനിക്കൊരു പ്രശ്നമേ ആയിട്ട് തോന്നുന്നില്ല. കാരണം എനിക്കിത് നല്ല ടോളായിട്ടുള്ള ഒരു ബൈക്കാണ് സത്യം പറയാലോ. പക്ഷേ എനിക്കിതിൽ ഒരു ബുദ്ധിമുട്ടും തോന്നില്ല. അതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിനേക്കാളും ഹെവി ആയിട്ടുള്ള, ഇതിനേക്കാളും ടോളായിട്ടുള്ള ഒരു ബൈക്ക് കൂടെ ഓടിക്കുന്നുണ്ട്. നമ്മുടെ തന്നെ ഡുക്കാട്ടിയുടെ ഡെസേർട്ട് സ്ട്രെൽ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഓടിക്കുന്നതുകൊണ്ട് തന്നെ എനിക്കിപ്പം ടോളായിട്ടുള്ള ബൈക്കിനോടുള്ള ആ ഒരു പേടി മാറി കിട്ടി. അപ്പോൾ ആ ഒരു പേടി മാറുന്ന വരെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏത് വണ്ടി എങ്ങനെ വേണമെങ്കിലും ഓടിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത്രയാണ് ഈ ഒരു ബൈക്കിൻ്റെ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. അതാണ് ഞാൻ ഈ ഒരു റിവ്യൂ എന്ന് പറഞ്ഞത്. ഇതൊരു ഇൻസൈറ്റ്ഫുൾ റിവ്യൂ ആണ്. ഇതിനകത്ത് ഓരോരോ പാർട്ട് എടുത്ത് പറഞ്ഞാലും അതെല്ലാം റിപ്പീറ്റേഷൻ ആയിപ്പോവും ഇതിന് മുന്നത്തെ റിവ്യൂവിൽ വെച്ച് നോക്കുകയാണെങ്കിൽ. അപ്പം കുറച്ച് ടൈറ്റർ ബഡ്ജറ്റിലായിട്ട് 390 വെയിറ്റ് ചെയ്തിരുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ബൈക്കാണ് നിങ്ങൾക്ക് സൂട്ടബിൾ ആകാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോയിലെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കോമെൻ്റ് ആയിട്ട് പറഞ്ഞാൽ മതി. എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, തീർച്ചയായിട്ടും ഞാൻ റെസ്പോണ്ട് ചെയ്ത് തരാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷോ സം ലവ് ഇൻ ദ ഫോം ഓഫ് ലൈക്സ് ആൻഡ് കമൻറ്റ്സ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അൺടിൽ ദെൻ ബൈ. ബെസ്റ്റ്. ഇന്ന് സൈൻ ഓഫ് ചെയ്തപ്പോൾ റോഡ് ക്ലോഷറും കൂടെ